രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തില് 15-ാമത്തെ അധ്യായത്തിലെ ധ്യാനമാർഗം പറഞ്ഞു കൊടുക്കുന്ന രംഗങ്ങളെയൊക്കെ നമ്മളുടെ ഈ ഭാഗവത കുടുംബത്തിലെ എല്ലാ സൽക്കർമ്മങ്ങളിലും എല്ലാ സത്സംഗങ്ങളിലും പങ്കെടുക്കുന്ന സരോജ രാജ എന്ന അമ്മയെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഭാഗവതവംശം വള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ശ്രാദ്ധ ദിനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നടത്തി വരുന്ന ഈ ഭാഗവത ജ്ഞാനയജ്ഞത്തിന്റെ നവാഹയജ്ഞത്തിന്റെ 8-ാം ദിവസം ഉച്ചയ്ക്ക് ശേഷമുള്ള 3-ാമത്തെ പ്രഭാഷണം ചെയ്യുവാൻ വേണ്ടിയിട്ട് സരോജ രാജ അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അനു തിരുമേനിക്ക് എൻ്റെ അനേക കോടി നമസ്കാരം. പിന്നെ ഇവിടെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഭാഗവത ഭക്തന്മാർക്കും എൻ്റെ അനേക നമസ്കാരം. ഗജാനനം ബോധഗണാതിസേവിതം കപിത്തജംബോ ബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഭഗവൻ ബോധഭവ്യേശ ന ജാനേ ഹിതം ആത്മദാ ത്വമേവ സഞ്ചിന്യ വിഭോ ഹിതം മേ ദാതുമർഹസി. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം അത് ഭക്തിദേവിയുടെ കഥ പറഞ്ഞ് ആ ഭക്തിക്കായി നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിയെ തന്നാലും ഭക്തി അല്ലാതൊന്നും വേണ്ട. എവിടെയാണോ ഭക്തിയുള്ളത് അവിടെ ഭഗവാൻ എത്തിച്ചേരും. ഇതാണ് ഭാഗവതം എടുത്തു പറയുന്നത്. ഭാഗവതം ഭക്തി തന്നെയാണ്. ഏകാദശ സ്കന്ധം 15-ാം അധ്യായം ഇത് ഏറ്റവും വിശേഷപ്പെട്ടതാണ്. ഇതിന് വേറൊരു പേര് മുക്തി സ്കന്ധം എന്നും പറയുന്നു. മുക്തി എന്നാൽ ഇവിടെ തന്നെ ഇരുന്ന് ആ പരമാനന്ദത്തെ അനുഭവിക്കുക, സ്വസ്ഥനായിരിക്കുക, ശാന്തി അനുഭവിക്കുക, ആനന്ദത്തോടുകൂടി ജീവിക്കുക. മാത്രമല്ല ഒന്നിനോടും ബന്ധപ്പെടാതെ ഇരിക്കുക. അതാണ് മുക്തി. മുക്തി, മോക്ഷം, നിർവാണം, കൈവല്യം, ജീവൻ സത്യമായ ബ്രഹ്മത്തിൽ അവസാനം ചേരുന്നു. പിന്നെയോ പുനരാവൃത്തി ഇല്ല. ഈ ഭാഗവതത്തിന് ഈ ഏകാദശ സ്കന്ധത്തിന് ഒരു വിശേഷം കൂടിയുണ്ട്. എന്താന്ന് വെച്ചാൽ ഏകാദശ സ്കന്ധം ഒരു സമുദ്രമാണ്. ആനന്ദ സമുദ്ര സമൂഹൃതം ജ്ഞാനാമൃതം ഭാഗവതായ ഭാഷിതം. അതായത് ജ്ഞാനമാകുന്ന അമൃതമാണ്. ഈ അമൃതത്തെയാണ് ഈ ഏകാദശ സ്കന്ധത്തിൽ നിറച്ചിരിക്കുന്നത്. പരമഭാഗവതനായ ആ ഭക്തന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങൾ പലതും ഉണ്ട്. ഉദ്ധവൻ പല ചോദ്യങ്ങളും ചോദിക്കുന്നു. അതിന് ഭഗവാൻ വിശദമായിട്ട് വിസ്തരിച്ച മറുപടിയും പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ വിസ്തരിച്ച് കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം 14-ാമത്തെ അധ്യായത്തിൽ വിസ്തരിച്ച് പറയുന്നത്. അവസാനം സന്യാസം എന്നിവയെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഉദ്ധവനോട് പറയണം, ഉദ്ധവ
അങ്ങ് ഇതിനെയൊക്കെ മനസ്സിലാക്കൂ. ഏത് ഭക്തി എങ്ങനെ അഭിവൃദ്ധി പ്രാപിക്കും, യോഗം സാധിക്കാനുള്ള ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ യോഗത്താൽ പ്രാപിക്കാൻ കഴിയുന്ന സിദ്ധികൾ ഏതൊക്കെയാണ്. ഇത് കേട്ട് ഉദ്ധവൻ പറയുകയാണ്, ഉദ്ധവൻ ചോദിക്കുകയാണ് ഭഗവാനോട്, കയാ ധാരണയാ കാസ്വേത് കഥം വാ സിദ്ധിരച്യുത കദീവാ സിദ്ധയോ ബ്രൂഹി യോഗിനാം സിദ്ധിതോ ഭവാൻ. അതായത് എത്ര വിധത്തിലുള്ള എത്ര വിധ അത് അങ്ങനെ ഭഗവാൻ ആ സിദ്ധികളെ കുറിച്ചാണ് ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നത്. സോറി, ഒരു കോൾ വന്നു, അതാണ്. സിദ്ധി എപ്പോഴാണ് ഉണ്ടാവുന്നത്? അതായത് ഭക്തി അതിന്റെ പരമകോടിയിൽ എത്തുമ്പോൾ യോഗികൾക്ക് ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് സിദ്ധി എന്ന് പറയുന്നത്. പരമാവധി അവസ്ഥയാണ് സിദ്ധി. ഉച്ചകോടിയില്, അതായത് അതിന്റെ എക്സ്ട്രീം എൻഡിൽ എത്തുമ്പോഴാണ് അതിനെ സിദ്ധി എന്ന് പറയുന്നത്. യോഗികൾക്ക് ആ അവസ്ഥ ഉണ്ടാകുന്നു. അതിനെ പരമകാഷ്ഠ എന്നും പറയും. ഭാഗവതത്തിൽ നമ്മൾ ഈ ജഡഭരതന്റെ കഥയൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് എല്ലാ സിദ്ധികളും ഏകദേശം ഉണ്ടായതായി കാണാം. പിന്നെ ഹനുമാന്റെ കാര്യത്തിലും നമുക്ക് ആ എല്ലാ അഷ്ടസിദ്ധികളെല്ലാം തന്നെ ഹനുമാന് ഉണ്ടായിരുന്നു. പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആണെങ്കിലോ തന്റെ ഓരോ ബാലലീലകളിലും അഷ്ടസിദ്ധികളെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് പല ലീലകളാടി ഈ ലോകത്തിന് കാഴ്ചവെച്ചത്. എന്നാൽ ഭക്തിയിലൂടെ ഈ സിദ്ധികളിൽ എത്തിക്കഴിഞ്ഞാൽ ഭക്തിയിലൂടെ 8 പടികൾ കടക്കണം ഈ സിദ്ധിയിൽ എത്താൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാലോ അടുത്ത പടിയാണ് മുക്തി എന്ന് പറയുന്നത്. ആ മുക്തിയിൽ എത്തണമെങ്കിൽ ഈ സിദ്ധികളെയൊക്കെ എന്ത് വേണം, നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അത് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആ സിദ്ധികളെയെല്ലാം അന്യരെ നമുക്കുണ്ട് എന്ന് അറിയിക്കുകയോ അവ ഉണ്ടെന്ന് പറയാതിരിക്കുകയോ ആണ് പ്രധാനമായിട്ട് വേണ്ടത്. അതായത് ചില സിദ്ധികളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പബ്ലിസിറ്റി ഒന്നും പാടില്ല. ഈശ്വരാനുഗ്രഹം ഉണ്ടായാൽ ആ അനുഭൂതികൾ ഉണ്ടാവുകയും അതനുസരിച്ച് വീണ്ടും വീണ്ടും മാനസികമായ ശുദ്ധിയും ഉയർച്ചയും ആധ്യാത്മികമായ ഉറപ്പ് അപ്പൊ എന്താവും, ഈശ്വരനോട് കൂടുതൽ കൂടുതൽ അടുക്കുകയും ചെയ്യും. സിദ്ധികളെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും തപസ് ചെയ്യേണ്ടി വരും. പിന്നെ കോപം ആദി വികാരങ്ങൾ ഉണ്ടായാൽ താൻ സമ്പാദിച്ചു വെച്ച ആ സിദ്ധികളൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഭക്തന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഭക്തിയാണ്. ആ ഭക്തിയിൽ തന്നെ, ഭഗവാനിൽ തന്നെ എപ്പോഴും ഉറച്ചു നിൽക്കണം. സിദ്ധിയിൽ എത്തിയാൽ പോലും ഭക്തിയിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. ഈ ഒരു സന്ദേശമാണ് നമുക്ക് 15-ാം അധ്യായത്തിൽ, ഏകാദശ സ്കന്ധം 15-ാം അധ്യായത്തിൽ പറയുന്നത്. ഈ സിദ്ധികളൊക്കെ ആത്മോന്നതിക്ക് വേണ്ടിയിട്ടും ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടും വേണം ഉപയോഗിക്കാൻ. തത് പഞ്ചദശേ പ്രോക്താഹ സിദ്ധയോധാരണായനുജായ ശ്രീ വിഷ്ണുവധ സംപ്രാപ്ത വന്ദരായതജാമത.
അതായത് ധാരണ കൊണ്ടുണ്ടാകുന്ന സിദ്ധികളെയും വിഷ്ണു പ്രാപ്തിക്ക് തടസ്സമാകും എന്നാണ് പറയുന്നത്. യോഗസിദ്ധികൾ വിഷ്ണു പ്രാപ്തിക്ക് തടസ്സമാണെന്ന് ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ പറയപ്പെട്ടിട്ടും ഉണ്ട്. എന്നാൽ ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നത്, അതായത് ഉദ്ധവൻ ഉപദേശിക്കുന്നത് എന്താണെന്ന് അതേപോലെ തന്നെ പറയാൻ ശ്രമിക്കാം. കാതുകൊണ്ട് കേൾക്കാനും, കണ്ണുകൊണ്ട് കാണാനും, മൂക്കുകൊണ്ട് മണത്തറിയാനും, നാവുകൊണ്ട് രുചിക്കാനും, തൊക്കുകൊണ്ട് സ്പർശിക്കാനുമുള്ള ശക്തികളെയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കർമ്മേന്ദ്രിയങ്ങള് അറിയാലോ, കൈ, കാല്, സ്വാതറിയാനുള്ള, വർത്തമാനം പറയാനുള്ള അങ്ങനെ അതിനെ കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നു. നമ്മുടെ ആഗ്രഹങ്ങളെയാണ് ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത്. പിന്നെ പ്രാണേന്ദ്രിയങ്ങൾ, പ്രാണനാണ് കർമ്മേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത്. വൈരാഗ്യം കൊണ്ട് ജ്ഞാനേന്ദ്രിയങ്ങളെയും പ്രാണായാമം കൊണ്ട് കർമ്മേന്ദ്രിയങ്ങളെയും അടക്കി മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന യോഗിക്ക് എല്ലാവിധ യോഗസിദ്ധികളും അനുഭവപ്പെടാൻ സാധിക്കും. ഈ സിദ്ധികളൊക്കെ ഉണ്ടാകുന്നത് മനസ്സുകൊണ്ടാണ്. ഇങ്ങനെ ഭഗവാൻ ഇത്രയും പറഞ്ഞപ്പോ ചോദിച്ചു, അതായത് എത്ര തരത്തിലുള്ള എന്തൊക്കെയാണ് സിദ്ധികള്, എത്ര വിധമുണ്ട്, ഒന്ന് എനിക്ക് വിസ്തരിച്ചു തന്നാലും പറയണം. അപ്പോ ആ സിദ്ധികളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഭഗവാൻ പറയുകയാണ്, ഉദ്ധവ, ഈ സിദ്ധികളും അവയെ സമ്പാദിക്കാനുള്ള യോഗധാരണകൾ 18 എണ്ണമാണ്. അവയിൽ 8 സിദ്ധികൾ ഈശ്വരനിൽ സ്വയമുള്ളവയും ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടുന്നതുമാണ്. ബാക്കിയുള്ള 10 സിദ്ധികൾ ചിത്തത്തിൽ സത്വഗുണം വളർന്നാൽ ഉണ്ടാകും. അണിമ, മഹിമ, ലഹിമ, പ്രാപ്തി, പ്രാകാര്യം, ഈശിത സിദ്ധി, വശിത സിദ്ധി, കാമാസായുധ സിദ്ധി, ഇങ്ങനെയുള്ള 8. പിന്നെയുള്ളത് 10. അതാണ് താഴെ പറയുന്ന സിദ്ധികൾ. ഇത് സത്വഗുണം കൊണ്ട് ഇരിക്കുന്നത്. വിശപ്പിനും ദാഹത്തിനും അധീനനായിരിക്കുക. 2 ദൂരശ്രവണം. 3 ദൂരദർശനം. പിന്നെയോ മനസ്സിന്റെ വേഗത, കാമരൂപം, പരകായ പ്രവേശനം, യഥേഷ്ടം ശരീരം പ്രാപിക്കൽ, കിരീട ദർശനം, ഒരിടത്തും തടസ്സമില്ലാതെ യാത്ര ചെയ്യുക, തടസ്സമില്ലാത്ത ഗതി. പിന്നെ സങ്കല്പപ്രകാരം പ്രാപിക്കൽ, മനസ്സിൽ എന്ത് സങ്കല്പിച്ചോ അതുപോലെ പ്രാപിക്കാം. ഈ പറഞ്ഞ സിദ്ധികൾ എല്ലാമാണ് സത്വഗുണം വളർന്നാൽ ഉണ്ടാകുന്നത്. പിന്നെ വരുന്നത് കുറെ കൂടി അപ്രധാന സിദ്ധികൾ. അഗ്നി മുതലായവയെ സ്തംഭിപ്പിക്കുക, തോൽവിയില്ലാതിരിക്കുക, ത്രികാല ജ്ഞാനം, ദ്വന്ദ്വഭേദഭാവം ഇല്ലാതിരിക്കുക, പരഹൃദയ ജ്ഞാനം, അന്യരുടെ ഹൃദയത്തിനെ അല്ലെങ്കിൽ മനസ്സിനെ അറിയുക. ഈ 5 സിദ്ധികൾ ക്ഷുദ്ര സിദ്ധികളാണ്. അങ്ങനെ ടോട്ടൽ 23 സിദ്ധികളെ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവയെ സ്വായത്തമാക്കാനുള്ള യോഗധാരണകള് ഞാൻ ഉദ്ധവ അങ്ങയ്ക്ക് പറഞ്ഞു തരാം. 1 അണിമ. ആകാശം, വായു, ഭൂമി, അഗ്നി, ജലം, അതായത് പഞ്ചഭൂതങ്ങളിൽ സൂക്ഷ്മരൂപത്തോടുകൂടിയ ഈശ്വരനിൽ ധാരണ കൊണ്ട് മനസ്സിനെ ഉറപ്പിച്ചാൽ ഇച്ഛാനുസരിച്ച് ശരീരത്തെ എത്ര വേണമെങ്കിലും ചെറുതാക്കാൻ സാധിക്കും. എപ്പോഴും ഈ ചിത്തത്തെ ധാരണ കൊണ്ട് ഭഗവാനിൽ ഉറപ്പിക്കണം. അത് ഓരോ വിധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനെയാണ് അണിമ എന്ന് പറയുന്നത്. പിന്നെ മഹിമ. മഹത്തത്വമാകുന്ന ഭഗവത് രൂപത്തിലോ പഞ്ചഭൂതങ്ങളിൽ ഏതെങ്കിലും ഒന്നിലോ മനസ്സിനെ ധാരണ കൊണ്ട് ഉറപ്പിച്ചാൽ ശരീരത്തെ ഏറ്റവും വലുതാക്കാൻ സാധിക്കും. ഇതിനെയാണ് മഹിമ എന്ന് പറയുന്നത്. ഇപ്പോ സന്ദർഭവശാൽ, അതായത് എക്സാമ്പിൾ നമുക്ക്
എടുക്കാം. ഈ രണ്ട് സിദ്ധികളെയാണ് ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്ന സമയത്ത് ആ സുരസിയുടെ നേരെ പ്രയോഗിക്കുന്നത്. ഒന്ന് ശരീരത്തെ വലുതാക്കി, പിന്നെ ഏറ്റവും ചെറുതാക്കി വായിൽ കൂടി കടന്നു. അറിയാലോ എല്ലാവർക്കും രാമായണ കഥ. അടുത്തത് ലഹിമ. പഞ്ചഭൂതങ്ങളുടെ പരമാണുവാകുന്ന ഭഗവാൻ ഭഗവത് സ്വരൂപത്തിൽ ധാരണ കൊണ്ട് മനസ്സ് ഉറപ്പിച്ചാൽ, എപ്പോഴും ധാരണയാണ് അതിന് ആധാരം, ലഹിമ എന്ന് സിദ്ധി കൈവരും. ഇതിന്റെ ഉപയോഗം എന്താ? ശരീരഭാരം വളരെ കുറയ്ക്കുക എന്നാണ് ഉപയോഗം. അപ്പോ ഭഗവാൻ ശ്രീകൃഷ്ണൻ കംസനിരിക്കുന്ന ആ ഉയർന്ന മഞ്ചത്തിലേക്ക് എത്തിച്ചേരാൻ ഭഗവാന് സാധിച്ചത്, അത് കൃഷ്ണന് സാധിച്ചത് ഈ ലഹിമ എന്ന സിദ്ധി കൊണ്ടാണ്. ആ അധ്യായത്തില് പറയുന്നുണ്ട്. അടുത്തതായി പ്രാപ്തി. പ്രാപ്തികാഹങ്കാരത്തെ ഈശ്വര സ്വരൂപമായി ഉപാസിക്കുന്ന യോഗിക്ക് താൻ ആഗ്രഹിക്കുന്ന ആരുടെ ഇന്ദ്രിയങ്ങൾ കൂടെയും കേൾക്കാനും സ്പർശിക്കാനും കാണാനും മണക്കാനും സ്വാദറിയാനും സാധിക്കും. ഈ സിദ്ധിയാണ് പ്രാപ്തി എന്ന് പറഞ്ഞു. അടുത്ത് പ്രാകാമ്യം എന്ന സിദ്ധി. മഹത്തത്വാഭിമാനിയും സൂത്രാത്മാവുമായ ഭഗവാനിൽ മനസ്സിനെ ദൃഢമായി ഉറപ്പിക്കുന്നത് കൊണ്ട് ഇഹപരലോകത്തിലുള്ള ഏത് പദാർത്ഥത്തെയും പ്രാപിക്കാനും അനുഭവിക്കാനും കഴിയും. ഇതാണ് പ്രാകാമ്യം എന്ന സിദ്ധി. അടുത്തായി വരുന്ന ഈശിത്വം. സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങളുള്ള സാമ്യാവസ്ഥയാകുന്ന മായയുടെ നേതാവും എല്ലാം ഭഗവാന്റെ വിശേഷണങ്ങളാണ് ഇതൊക്കെ. കാലസ്വരൂപനും സർവന്തരിയുമായ ഭഗവാനിൽ മനസ്സിനെ ധാരണ ചെയ്തുകൊണ്ട് എല്ലാ ശരീരങ്ങളെയും ജീവന്മാരെയും തന്നിഷ്ടം പോലെ പ്രവർത്തിക്കാൻ സാധിക്കും. ഇതാണ് ഈശിത്വം എന്ന സിദ്ധി. അടുത്തത് വശീത്വം. അത് ആ വാക്കുകൊണ്ട് മനസ്സിലാക്കാം. ജാഗ്രത, സ്വപ്ന, സുഷുപ്തിക്ക് അധീനനായി വിളങ്ങുന്ന ഭഗവാൻ നാരായണനിൽ മനസ്സിനെ ഉറപ്പിക്കുന്ന യോഗിക്ക് എല്ലാം സ്വാധീനമായി തീരും. ഇതാണ് വശീത്വം. കാമവാസായുധ. നിർഗുണ ബ്രഹ്മത്തിൽ മനസ്സിനെ നിശ്ചലമായി ഉറപ്പിക്കുമ്പോൾ എപ്പോഴും പരമാനന്ദം അനുഭവിക്കാൻ സാധിക്കും. അതോടെ എന്താവും? എല്ലാ ആഗ്രഹങ്ങളും അവസാനിക്കും. ഇതാണ് കാമവാസായുധ എന്ന സിദ്ധി. പിന്നെ വിശപ്പേദാഹം, ശോകം, മോഹം, ജരാ, മൃത്യു എന്നിവയാണ് ഷഡുർമികൾ എന്ന് പറയുന്നത്. ഇവ ഇല്ലാതായി തീരലാണ് അണുർണിമത്വം എന്ന സിദ്ധി. സ്വരൂപനും സ്വേതരൂപനുമായ അനിരുദ്ധ ഭഗവാനിൽ ചിത്തത്തെ നിശ്ചലമായി നിർത്തുന്നത് കൊണ്ട് അണുർമത്വം എന്ന സിദ്ധി അനുഭവപ്പെടും. പിന്നെ ആകാശാത്മവും സമഷ്ടി എന്ന പ്രാണസ്വരൂപനുമായ ഭഗവാനിൽ മനസ്സിനെ ധാരണ ചെയ്യുന്നത് കൊണ്ട് ഹൃദയത്തിലെ അനാവതാരമായി ചിന്തിക്കുന്ന യോഗിക്ക് വളരെ ദൂരത്തുള്ള ശബ്ദത്തെ പോലും കേൾക്കാൻ സാധിക്കും. ഇതാണ് ദൂരശ്രവണം എന്ന് പറയുന്ന സിദ്ധി. സൂര്യനിൽ നേത്രത്തിൽ അഗ്നിയെയും സംയോജിപ്പിച്ച് അതിൽ ഭഗവാന്റെ സ്വരൂപത്തെ ധ്യാനിക്കുന്നവനാണ്. അപ്പൊ എന്തുണ്ടാവും? ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളെയും കാണാൻ കഴിയും. ഇതാണ് ദൂരദർശനം. സൂര്യനിൽ നേത്രത്തിൽ അഗ്നിയെയും. അടുത്തത് മനോജവം. മനസ്സിനെയും ശരീരത്തെയും പ്രാണവായുവോടുകൂടി ആത്മാവിൽ ദൃഢമായി ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ മനസ്സിന്റെ വേഗത്തിൽ ശരീരവും പിന്നെ താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്യാം. ഇതാണ് മനോജവം എന്ന സിദ്ധി. അടുത്തത് കാമരൂപം. ആഭരണങ്ങൾക്ക് സ്വർണവും
മൺപാത്രങ്ങൾക്ക് മണ്ണും എന്ന പോലെ എല്ലാ ശരീരങ്ങൾക്കും ഉപാദന കാരണമാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തിൽ മനസ്സിനെ നിശ്ചലമായി ഉറപ്പിക്കുന്നത് കൊണ്ട് മനസ്സ് എല്ലാത്തിനും ഉപാധിന് കാരണമായി തീരും. അങ്ങനെയുള്ള മനസ്സുകൊണ്ട് ഏത് രൂപത്തെ എടുക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ രൂപം എടുക്കാൻ സാധിക്കും. ആ സിദ്ധിയാണ് കാമരൂപം എന്ന സിദ്ധി. അപ്പൊ സന്ദർഭവശത്താൽ ശ്രീ ഹനുമാൻ സ്വാമി ആദ്യമായി ശ്രീരാമചന്ദ്ര സ്വാമിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിലാണ്. ഇത് കാമരൂപം എന്ന സിദ്ധിയാണ് ഇവിടെ ഉപയോഗിച്ചത്. അടുത്തത് പരകായ പ്രവേശം. പരകായ പ്രവേശം എന്ന് പറയുന്നത് താൻ ആഗ്രഹിക്കുന്ന വേറൊരു ശരീരത്തിൽ പ്രവേശിക്കുന്നതാണ് പരകായ പ്രവേശം. ആ ശരീരത്തിൽ താങ്ങാനാവുന്ന ജീവൻ ഇരിക്കുന്നതായും ദൃഢമായി ധ്യാനത്തിൽ കഴിഞ്ഞാൽ ജീവൻ പ്രാണസ്വരൂപനായി തീർന്ന് ഒരു വണ്ട് ഒരു പൂവിൽ നിന്ന് മറ്റൊരു പുഷ്പത്തിലേക്ക് പോകുന്ന പോലെ ഈ ശരീരത്തെ ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. സുലഭ എന്ന യോഗിനി ജനകന്റെ ശരീരത്തിൽ, പുരാണങ്ങളിൽ പറഞ്ഞതാണ്, ജനകന്റെ ശരീരത്തിൽ പ്രവേശിച്ചതും വിപുലൻ എന്ന ബ്രഹ്മചാരി ഗുരുപത്നിയുടെ ശരീരത്തിൽ പ്രവേശിച്ചതും ഈ സിദ്ധിയുടെ വൈഭവം കൊണ്ടാണ്. സുലഭ എന്നത് മഹാഭാരതം ശാന്തി പർവ്വതത്തിലും വിപുലൻ അനുശാസിക പർവ്വതത്തിലും പറഞ്ഞിട്ടുണ്ട്. അടുത്തത് സ്വച്ഛന്ത മൃത്യു. അതെന്താണെന്ന് നോക്കാം. ധ്യാനത്തിൽ നീണ്ടു നിവർന്നിരുന്ന് കാൽമുടമ്പ് കൊണ്ട് ഗുദദ്വാരം നല്ലതുപോലെ അടച്ച് പ്രാണനെ മൂലാധാരത്തിൽ നിന്ന് സൂക്ഷ്മനാഡിയിലൂടെ, അതായത് ബ്രഹ്മരന്ധ്രത്തിലൂടെ പുറത്തു കൊണ്ടുവന്ന് ശരീരം വെടിയുന്നതാണ് സ്വച്ഛന്ത മൃത്യു. സതീദേവി ദക്ഷയാഗത്തിൽ ശരീരം വെടിഞ്ഞത് ഈ ഒരു സിദ്ധിയെ സ്വീകരിച്ചാണ് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ദേവക്രീഡാ ദർശനം അതെന്താണെന്ന് നോക്കാം. ദേവോദ്യാനത്തിൽ പോയി വിഹരിക്കണമെങ്കിൽ ഭഗവാന്റെ ശുദ്ധ സത്വഗുണത്തെ ധ്യാനിക്കണം. എന്നാൽ സത്വഗുണത്തിന്റെ അംശസ്വരൂപികളായ ദേവസ്ത്രീകൾ വിമാനവുമായിട്ട് വരും. എന്നിട്ടോ അവരൊന്നിച്ച് ദേവലോകത്തിലുള്ള നന്ദനോദ്യാനത്തിൽ പോയി അവരോടൊന്നിച്ച് വിഹരിക്കുകയോ അതോ അവരുടെ കളികൾ കാണുകയോ ചെയ്യാം. ഇതാണ് ദേവക്രീഡ ദർശനം എന്ന സിദ്ധി. അടുത്തത് സങ്കല്പസിദ്ധി. സത്യസന്ധനായ ഭഗവാനെ നിരന്തരം ധ്യാനിക്കുന്നതിനാൽ ആ യോഗിയുടെ സങ്കല്പങ്ങളെല്ലാം സഫലമായി തീരുന്നു. അതിനെയാണ് സങ്കല്പസിദ്ധി എന്ന് പറഞ്ഞത്. ഈശിത്വം വശീത്വം എന്ന സിദ്ധിയുടെ സ്വാമിയായ ഈശ്വരനിൽ മനസ്സിനെ ധരിക്കുന്ന യോഗിയുടെ ആജ്ഞയെ ആർക്കും മറികടക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ള സിദ്ധിക്ക് പേരാണ് ആജ്ഞ. ത്രികാലജ്ഞാനം. ഭഗവത് ഭക്തി പ്രഭാവത്തിൽ ശുദ്ധമായ മനസ്സുകൊണ്ട് കഴിഞ്ഞ ജന്മങ്ങളെയും ഈ ജന്മത്തെ മരണസമയത്തെയും ഭാവി ജന്മങ്ങളെയും അറിയാൻ സാധിക്കും. ഇതാണ് ത്രികാലജ്ഞത്വം. അതായത് ഭൂതം, വർത്തമാനം, ഭാവി എന്നതിനെ കുറിച്ച് നന്നായിട്ട് അറിയാൻ സാധിക്കും ഈ സിദ്ധി കൈവശമുണ്ടെങ്കിൽ. അടുത്തത് പരചിത്തജ്ഞാനം. പ്രാണികളുടെയും ഹൃദയ ആത്മാവുമായ മനോവൃത്തിയുടെ സാക്ഷിയായിരിക്കുന്ന ഭഗവാനിൽ ആ ചിത്തത്തെ ധരിച്ചുകൊണ്ടിരിക്കുന്ന യോഗി ഇതര ജനങ്ങളുടെ
മനോവികാരങ്ങളെ നന്നായി അറിയാൻ സാധിക്കും. ഇതാണ് പരചിത്ത ജ്ഞാനം. യോഗപ്രഷ്ഠാനത്താൽ മനസ്സ് പഞ്ചഭൂതങ്ങൾക്ക് കാരണമായതിനാൽ ആത്മസ്വരൂപമായി തീർന്നതിനാൽ യോഗിയുടെ ശരീരം ജലജീവികൾക്ക് ജലം കൊണ്ട് യാതൊരു നാശവും സംഭവിക്കില്ല. അതുപോലെ അഗ്നി, സൂര്യൻ, വിഷം, ജലം എന്നിവ കൊണ്ട് നശിക്കില്ല. ഇതാണ് അഗ്നിർഖ്യാവസിദ്ധി എന്ന് പേര്. മത്സ്യം ജലത്തിലിരുന്ന നശിക്കില്ല, അതുപോലെയാണ് ഇത്. അപരാജയം സിദ്ധി. അപരാജയം ശ്രീവത്സം, ശംഖ്, ചക്രം, കൊടിക്കൂറ, വെഞ്ചാമരം എന്നിവയോടുകൂടി ഇരിക്കുന്ന ആ ഭഗവാനെ സത്യസ്വരൂപത്തെ ധ്യാനിക്കുന്ന യോഗിക്ക് ഒരിക്കലും പരാജയം ഉണ്ടാകില്ല. അതാണ് അപരാജയം എന്ന സിദ്ധി. ഭഗവാൻ പറയുകയാണ്, ഉദ്ധവ, മേൽപ്പറഞ്ഞ ധാരണയിലൂടെ എന്നെ ധ്യാനിക്കുന്ന യോഗിക്ക് ഈ സിദ്ധികളെല്ലാം അനുഭവപ്പെടും. ഇന്ദ്രിയങ്ങളെ ജയിച്ചും ലോക വ്യാപാരങ്ങളെ ഉപേക്ഷിച്ചും പ്രാണനെ അടക്കിയും ധാരണകളെ അഭ്യസിക്കുന്ന യോഗിക്ക് കിട്ടാത്തതായ സിദ്ധികൾ ഒന്നും തന്നെ ഇല്ല. ഈശ്വരപ്രാപ്തിയാണ് ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന പാതകന് യോഗസിദ്ധികൾ തടസ്സങ്ങളാണെന്നും ലക്ഷ്യപ്രാപ്തിക്ക് കാലതാമസമുണ്ടാകുമെന്ന് പറയുന്നു. ഇത് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. ജന്മനാ തന്നെ പലർക്കും ഈ സിദ്ധികൾ ഉണ്ടാവാം. യോഗം കൊണ്ട് സാധിക്കേണ്ട ആത്മസാക്ഷാത്കാരം മറ്റൊരു ഉപായം കൊണ്ടും കിട്ടുന്നതല്ല. അതിനാൽ യോഗം ആത്മസാക്ഷാത്കാരം കിട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടതാണ്. അതല്ലാതെ സിദ്ധി തേടാൻ വേണ്ടി അല്ല. ആത്മാനുഭൂതിക്ക് മുമ്പിൽ സിദ്ധികളൊക്കെ എത്രയോ തുച്ഛങ്ങളാണ്. എല്ലാ സിദ്ധികൾക്കും കാരണഭൂതനും അവയുടെ അധിപതിയും ആത്മാസ്വരൂപനുമായ ഞാൻ തന്നെ, അത് ഉദ്ധവന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഭഗവാൻ തന്നെയാണ്. മോക്ഷത്തിനും ജ്ഞാനത്തിനും ജ്ഞാനപ്രാപ്തിക്കും വേണ്ടതായ മനഃശുദ്ധിക്കും ധർമാചരണത്തിനും ബ്രഹ്മോപദേശത്തിനും അധിപതിയായിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ഞാൻ തന്നെയാണ് എന്നാണ് ഭഗവാൻ ഉദ്ധവനോട് പറയുന്നത്. ഭഗവാൻ പിന്നെയും പറയുകയാണ്, സർവജീവജാലങ്ങളുടെ അകത്തും പുറത്തും പഞ്ചഭൂതങ്ങൾ വ്യാപിച്ചിരിക്കുന്നത് പോലെ ആത്മാവായ ഞാൻ ഭഗവാൻ എല്ലാത്തിൻ്റെയും അകത്തും പുറത്തും മറവില്ലാതെ നിറഞ്ഞ് നിൽക്കുന്നു. അകംപുറം ഭേദം ഭഗവാനിൽ ഇല്ല. അത് അജ്ഞരായ ഭഗവാനില് ഇല്ല. അത് അജ്ഞരായ ജീവനിലാണ് കാണുന്നത്. ആത്മാവായ എന്നിൽ ആ ഭഗവേദം ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ആ അധ്യായത്തെ ഉപസംഹരിക്കുന്നത്. ഹരേ നമ. യോഗീശ്വരനായ ഋഷഭദേവനെയാണ് നമ്മൾ ഇവിടെ കുറച്ച് അനുസ്മരിക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ, യോഗാനുഷ്ഠാനം കൊണ്ട് ഋഷഭൻ തനിക്കും ഭഗവാൻ വാസുദേവനും തമ്മിൽ ഭേദബുദ്ധിയില്ലാത്തവനും പരമമായ ആനന്ദത്തെ അനുഭവിക്കുന്നതുമായി ഭവിച്ചു. അപ്പോൾ അതികഠിനമായ യോഗാനുഷ്ഠാനങ്ങൾ കൊണ്ട് അദ്ദേഹത്തിനുണ്ടായ സിദ്ധികൾ എല്ലാം തന്നെ അപേക്ഷിക്കാതെ തന്നെ വന്നു ചേർന്നു. എങ്കിലും അദ്ദേഹം അതൊന്നും കൈക്കൊണ്ടില്ല. അതായത് എല്ലാം വേണ്ട വെച്ചു. ഇതേപോലെ തന്നെയാണ് ഈ സിദ്ധികളെ കുറിച്ച് നാരായണ ഭട്ടതിരി 95-ാം ദശകത്തില് 95-ാം ദശകത്തിൽ ഒരൊറ്റ ശ്ലോകം കൊണ്ട് പറഞ്ഞിരിക്കുന്നത്.
അതായത് സിദ്ധികളെ കുറിച്ച് ഒരൊറ്റ ശ്ലോകത്തിലാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത്. ഇത്തം തദ്ധ്യാന യോഗേ സതി പുരണനിമാദൃഷ്ട സംസിദ്ധയസ്ത ദൂരശ്രുത്യായതോപി യഹമികമികയാ സമ്പദേയുർമുരാരേ തസ്സ പ്രാപ്തോ വിലംബാവഹമഖിലമിദം നാദ്രിയേ കാമയേഹം ത്വമേവാനന്ദപൂർണം പവനപുരപദേ പാഹി മാം സർവദാ. ഗുരുവായൂരപ്പാ ശരണം. അതായത്, അല്ലയോ ഭഗവാനെ, ഇപ്രകാരം നിന്തിരുവടിയെ ദാനിക്കുന്ന അഷ്ടാംഗയോഗം സ്വാധീനമായാൽ പിന്നീട് ആ യോഗസിദ്ധികൾ മുഴുവനും ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേർന്നേക്കാം. പക്ഷേ നിന്തിരുവടിയെ പ്രാപിക്കാൻ താമസമുണ്ടാക്കി തീർക്കുന്ന ഈ സിദ്ധികളൊന്നും ഞാൻ ഇച്ഛിക്കുന്നതേ ഇല്ല. ഈ സിദ്ധികളെല്ലാം യോഗ പരിശീലനം കൊണ്ട് സ്വാധീനപ്പെടുന്ന ശക്തികളാണ്. അതൊക്കെ മുക്തിക്ക് തടസ്സം ഉണ്ടാക്കി. ഏകാദശ സ്കന്ധം 15-ാമത്തെ അധ്യായം. ഉദ്ധവന് ധ്യാനം ഉപദേശിച്ചു കൊടുക്കുന്ന കൂട്ടത്തിലുള്ള എല്ലാവിധ നിയമങ്ങളെക്കുറിച്ചും പിന്നെ അതിൻ്റെ സിദ്ധികളെക്കുറിച്ചും ഒക്കെ വളരെ ഗംഭീരമായിട്ട്, അത് സ്വതസിദ്ധമായിട്ടുള്ള ഒരു ഘനഗാംഭീര്യത്തോടു കൂടിയിട്ടുള്ള ശബ്ദം, അതുതന്നെ ഗുരുവായൂരപ്പൻ്റെ ഒരു കാരുണ്യമാണ്. എന്തായാലും നമ്മളുടെ ഈ സത്സംഗങ്ങളിലൊക്കെ എല്ലാത്തിലും പങ്കെടുക്കുന്ന സരോജരാജ അമ്മയുടെ പാദങ്ങൾ വീണ് നമസ്കരിക്കുന്നു. ഇനിയും ധാരാളം സത്സംഗങ്ങളിൽ പങ്കെടുക്കുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും ഈശ്വരനോട് ചേർന്നിരിക്കുവാനൊക്കെയുള്ള അവസരങ്ങൾ ഗുരുവായൂരപ്പൻ കൊണ്ട് കൊടുക്കണം. പോരാ, ആയുരാരോഗ്യം വേണ്ട പോലെ അമ്മയ്ക്ക് നൽകുവാൻ ഈ സമയത്ത് വേദിയിൽ വെച്ചുകൊണ്ട് നമുക്ക് ഭാഗവത കുടുംബം ഒന്നടങ്കം ഗുരുവായൂരപ്പനോട് നമുക്ക് പ്രാർത്ഥിക്കാം.